ഫോൺ വിളിയൊക്കെ എനിക്ക് വിട്ടേക്ക്, ഞാനത് ഡീൽ ചെയ്തോളാം. ഇങ്ങനെയൊരു സംഭവം ഉണ്ടെന്ന് നീ അറിഞ്ഞിരിക്കണമെന്ന് പറയാനാ വിളിച്ചേ. പിന്നെ വീട്ടിൽ ആരൊക്കെ സത്യാമ്മയെ കാണാൻ വരുന്നുണ്ട്, ഫോൺ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്ക്. ശത്രു ആരാണെന്ന് അറിയും വരെ അവളുടെ ശക്തിയും ലക്ഷ്യവും നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് അവൾ ആരാണെന്ന് അറിയുന്നത് വരെ ഒരു ശ്രദ്ധ ഉണ്ടാവണം. സങ്കടപ്പെടാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്, സൂക്ഷിക്കാൻ വേണ്ടിയാ. അല്ല, വിളിക്കുന്നത് ആരാണെന്ന് വല്ല സൂചനയും ഇല്ല. പക്ഷെ അധികം വൈകാതെ അവൾ എൻ്റെ മുന്നിൽ വന്ന് ചാടും. ഇല്ലെങ്കിൽ ചാടിക്കും. ഹലോ. ഹലോ മാഡം, മാഡത്തിൻ്റെ നമ്പർ ഞാൻ ഇപ്പോഴാണ് കണ്ടത്. ഓക്കെ, ഞാൻ വിളിച്ചത്, ഞാനൊരു നമ്പർ അയച്ചു തരാം. അതാരുടേതാണെന്നൊന്ന് കണ്ടുപിടിക്കണം. പെട്ടെന്ന് തന്നെ എന്നെ അറിയിക്കണം. ഓക്കെ മാഡം, എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം. പല നമ്പറുകൾ, പല ഭാവങ്ങൾ, പല ശബ്ദങ്ങൾ. ശത്രുവിൻ്റെ തന്ത്രങ്ങൾ ഓരോന്നായി പുറത്തെടുക്കുക. പക്ഷെ അവളെ പുറത്തെടുക്കാൻ, പുറത്ത് ചാടിക്കാൻ ശാലിനിക്ക് മുന്നിൽ പല വഴികളല്ല, ഒറ്റ വഴിയേ ഉള്ളൂ. അത് ശരിയായ വഴിയാ. പക്ഷെ അതവള് മനസ്സിലാക്കുമ്പോഴേക്കും അവള് കുടുങ്ങിയിരിക്കും. സത്യയുടെ കാര്യം ഓർത്തിട്ട് ഒരു സമാധാനവും ഇല്ല. അച്ഛനെ കാണണമെന്നുള്ള സത്യയുടെ ആഗ്രഹം ഓരോ ദിവസം ചെല്ലുമ്പോഴും കൂടിക്കൂടി വരിക. പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ലല്ലോ. സത്യ എന്ത് പറഞ്ഞു ഒന്ന് സമാധാനിപ്പിക്കുക? ഒരു വഴി എനിക്ക് കാണിച്ചു തരണേ കൃഷ്ണ. ഹായ്, കമലനുണ്ട്. പപ്പിമോളെ, ആ പപ്പിമോളെ ഒന്ന് കണ്ണടച്ചേ. എന്തിനാ? കണ്ണടയ്ക്കാൻ പറഞ്ഞാ കണ്ണടച്ചോളണം. എന്നാ ശരി, ഞാൻ കണ്ണടച്ചു. ഇനി ഞാൻ പറഞ്ഞിട്ടേ കണ്ണ് തുറക്കാവൂ. കള്ളത്തരം കാണിക്കരുത്. ഇല്ലെന്നേ. ഇനി കൈ നീട്ടിക്കേ. അങ്ങനെയല്ല, ഇങ്ങനെ. ആ, ഇനി മെല്ലെ കണ്ണ് തുറന്നേ. ഹായ്, നല്ല സുന്ദരം ഡോള്. ഇഷ്ടായോ? പിന്നെ ഇഷ്ടാവാതെ? നല്ല കളറാ. പപ്പിമോൾക്ക് ഈ കളർ ഇഷ്ടാന്ന് കമലനങ്ങളിൽ എങ്ങനെ മനസ്സിലായി? പപ്പിമോളുടെ മനസ്സൊക്കെ കമലങ്ങൾ അറിയാവുന്നത്. അതുകൊണ്ടല്ലേ ഇത്രയും നല്ല ഡോള് പപ്പിമോൾക്ക് വേണ്ടി എനിക്ക് മേടിക്കാൻ പറ്റിയത്. പിന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. എന്താ? ഇത് സംസാരിക്കും. ടോക്കിംഗ് ഡോളാ? അതെ, ടോക്കിംഗ് ഡോള് തന്നെ. നമ്മൾ എന്ത് പറഞ്ഞാലും തിരിച്ചു മറുപടിയും തരും. അത് കൊള്ളാലോ. നമ്മൾ പറയുന്ന എല്ലാം തിരിച്ചു പറയോ? എന്ത് പറഞ്ഞാലും പറയും. പക്ഷെ വഴക്ക് മാത്രം പറയാതിരുന്നാ മതി. അതെന്താ? വഴക്ക് പറഞ്ഞാൽ തിരിച്ച് നമ്മളീ വഴക്ക് പറയില്ലേ? ആ, അത് ശരിയാ. എന്താടാ? ഓ, എന്താപ്പത്? ടോക്കിംഗ് ഡോളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ഓ, കാശ് എവിടുന്ന് നന്നായിട്ട് തറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, പപ്പിമോൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുന്ന കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു. ഇപ്പോഴതിന് അവസരം കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. എന്തായാലും പപ്പിമോൾക്ക് സംഗതി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ മോളെ? ഇനി എനിക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ചോദിച്ചും പറഞ്ഞിരിക്കാലോ. ആഹാ, എങ്കിൽ എന്തെങ്കിലും ചോദിച്ചേ. എന്താ നിന്റെ പേര്? ഹായ്, കൊള്ളാലോ. കൊള്ളാവോ മോളെ? ഓ, സൂപ്പർ ആയിട്ടുണ്ട്. ഒന്നെ ഇതെങ്ങനെ നിർത്തത്? ആ, ഇതിനിപ്പോ വലിയ ടോക്കിംഗ് ഡോളൊന്നും വേണമെന്നൊന്നുമില്ല. മൊബൈലിൽ അതിന് പറ്റിയ ആപ്പൊക്കെ ഉണ്ട്. അതിപ്പോ ആരുടെ ഫോണിൽ നിന്ന് ആരെ വേണമെങ്കിലും ആരുടെ ശബ്ദത്തിൽ വേണമെങ്കിൽ വിളിക്കാം.
ഇതിനേക്കാളും ബെറ്റർ മൊബൈൽ ആപ്പ് തന്നെയാ. ഏത് ശബ്ദത്തിലും പറയാൻ പറ്റോ? പിന്നല്ലാതെ എടി ഏത് ശബ്ദം വേണമെന്ന് നമ്മൾ തിരഞ്ഞെടുക്കണമെന്ന് മാത്രം. ആരെ വേണമെങ്കിൽ വിളിച്ച് പറ്റിക്കാം. ഇനിയിപ്പോ മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ വിളിക്കണോ? അത് പറ്റും. എടി നമ്മുടെ ശബ്ദം മമ്മൂട്ടി ചേട്ടന്റെ ശബ്ദമായിട്ടായിരിക്കും മറുവശത്തുള്ളവർക്ക് കേൾക്കുക. ഓ ഓരോരോ ടെക്നോളജികളെ. എനിക്ക് ആപ്പ് ഒന്ന് പരീക്ഷിക്കണമല്ലോ. സത്യയുടെ അച്ഛനാണെന്ന് പറഞ്ഞ് സത്യ ഒന്ന് വിളിച്ചാലോ? അച്ഛനെ കാണാനുള്ള അവളുടെ ആഗ്രഹത്തില് അച്ഛന്റെ ശബ്ദമെങ്കിലും കേൾക്കട്ടെ. തൽക്കാലത്തേക്ക് അവളുടെ വാശി കുറഞ്ഞു കിട്ടും. എന്താ ആലോചിക്കണേ? ഒന്നുമില്ല. പപ്പി മോളെ, മോൾക്ക് മൊബൈൽ ആപ്പ് ഒന്നും വേണ്ട. കമ്മലങ്ങൾ വാങ്ങിത്തന്ന ഒരു മിനിറ്റ്, ഈ ടോക്കിൻ്റെ തന്നെ ധാരാളം അല്ലേ? അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനൊക്കെ മൊബൈല് വേണ്ടേ? ഇവിടെ ഇപ്പോ ഓൺലൈൻ ക്ലാസ് തുടങ്ങാൻ പോവാ. ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും മൊബൈല് സ്വന്തമായിട്ടുണ്ട്. ഞാൻ വിഷ്ണു അച്ഛനോട് പറയാനിരിക്കുകയായിരുന്നു. അത് ശരി. എന്നിട്ടെന്താ നീ പറയായിരുന്നേ? ആ ഇനിയിപ്പോ ഒരു മൊബൈലല്ലേ, അത് നമുക്ക് വഴി ഉണ്ടാക്കാം. ഇനിയിപ്പോ അത് കിട്ടാത്തോണ്ടാണ് മാർക്ക് കുറഞ്ഞതെന്ന് ഇനി പറയില്ലല്ലോ. ആ എന്നാ പിന്നെ അതിലൊരു തീരുമാനം ഉണ്ടാക്കാം. അപ്പൊ പപ്പി മോളെ കണ്ടല്ലോ, ഈ ടോക്കൺ ഡോള് വന്നതിന് ശേഷം ഡബിൾ ഐശ്വര്യോ. ഇപ്പൊ ഡോളും കിട്ടി, ഇപ്പൊ ഇതാ മൊബൈലും കിട്ടാൻ പോകുന്നു. അച്ഛനെ, പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അത് കുറച്ച് സീക്രട്ടാ. ഒന്നിട്ട് വന്നേ. വിശ്വസിച്ച് പോരെ. ഹായ് സത്യ, നിനക്ക് സുഖാണോ? നിനക്കെന്നെ ഇഷ്ടായോ? എല്ലാം കൃഷ്ണന്റെ അനുഗ്രഹ. സത്യയുടെ സങ്കടം തീർക്കാനായി കൃഷ്ണ ഭഗവാൻ കണ്ടെത്തിയ വഴി തന്നെയാ ഈ ടോക്കിംഗ് ഡോള്. ഇത് വന്നോണ്ടല്ലേ എനിക്ക് മൊബൈൽ ആപ്പിനെ കുറിച്ച് അറിയാൻ പറ്റിയത്. എന്റെ ചക്കരയായി ടോക്കിംഗ് ഡോള്. ഉമ്മ. എന്നാലും എന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യുന്നത് ആരായിരിക്കും? ശബ്ദം ചില സമയം പരിചയമുള്ള പോലെ, പക്ഷെ മറ്റു ചിലപ്പോൾ പിടുത്തം കിട്ടുന്നില്ല. ആരായാലും എന്നെയും എൻ്റെ ബന്ധപ്പെട്ടവരുമായി നല്ല ബന്ധമുള്ള ആളാണ്. പപ്പി എൻ്റെ മകളാണെന്ന സത്യം അറിയിക്കുക മാത്രമല്ല അവളുടെ ലക്ഷ്യം. എന്നെ മാനസികമായി തളർത്തുക, പേടിപ്പിക്കുക, എൻ്റെ വേദനയിൽ അവൾ സന്തോഷിക്കുക. ഇതാണ് അവളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹലോ ഹലോ, ശാലിനി വിഷ്ണുവാണ് സംസാരിക്കുന്നത്. ആ പറയൂ മാഡം. ആ നമ്പർ ട്രേസ് ചെയ്തായിരുന്നോ? യെസ് മാഡം. അതേതോ ഫേക്ക് അഡ്രസ്സിലെടുത്ത ഫോൺ നമ്പറാണ് മാഡം. ഡീറ്റെയിൽസ് ഞാൻ എത്തിക്കാം. പക്ഷേ അന്വേഷിച്ചു പോയാൽ ഈ പറയുന്നവളുമായി യാതൊരു ബന്ധവും അവർക്കുണ്ടാവില്ല. ഇതാരാണെന്ന് അറിയാൻ മറ്റെന്തെങ്കിലും മാർഗം ചെയ്യാൻ പറ്റുമോ? തന്ത്രപൂർവ്വം ഒരിടത്ത് എത്തിച്ചിട്ട് ആളെ പിടികൂടുക എന്നത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള ഏക പോംവഴി. പക്ഷേ മാഡത്തെ പോലുള്ളവരെ കറക്കാൻ നടക്കുന്നവളൊക്കെ പെട്ടെന്ന് നമുക്ക് പിടിതരാൻ സാധ്യത കുറവായിരിക്കും മാഡം. കാരണം ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കും അവരുടെ മൂവ്മെന്റ്. ഓക്കെ, എൻ്റെതായ രീതിയിൽ ഞാനൊന്ന് നോക്കട്ടെ. ഏതെങ്കിലും രീതിയിൽ അവളിലേക്ക് എത്താനുള്ള വഴി കിട്ടുകയാണെങ്കിൽ എന്നെ വിളിക്കണം. തീർച്ചയായിട്ടും മാഡം, ഞാൻ വിളിച്ചോളാം. എന്നാലും ഈ വിളിക്കുന്നവൾ ആരായിരിക്കും? എന്റെ ചക്കര മുത്തല്ലേ, വാ തുറന്നേ, എന്നിട്ട് ഇതങ്ങ് കഴിച്ചേ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ദേ ഇനിയും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ തല ഇറങ്ങി വീഴും. ആ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ദേ ഈ മൂക്കി കൂടെയൊക്കെ കുഴലിട്ട് ഭക്ഷണം തരേണ്ടി വരും. ഞാൻ ഭക്ഷണം കഴിക്കില്ലെന്ന് പറഞ്ഞാൽ കഴിക്കില്ല. എന്റെ അച്ഛൻ വരട്ടെ, എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിച്ചോളാം. സത്യേ, നിന്റെ അച്ഛൻ വരില്ല. ഞാനും
നിന്റെ അച്ഛനും തമ്മിൽ വഴക്ക. അതുകൊണ്ട് അച്ഛൻ ഇങ്ങോട്ട് വരാത്തത്. വാശി കളഞ്ഞ് മോളത് കഴിക്ക്. അമ്മയോടല്ലേ, എന്നോട് വഴക്കൊന്നും ഇല്ലല്ലോ. എന്നെ കാണാൻ അച്ഛൻ വരുമെന്ന് പറഞ്ഞത്, അല്ലാതെ അമ്മയെ കാണാനല്ല. ദേ, ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റ് വന്ന എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. മര്യാദയ്ക്ക് കഴിച്ചേ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ദേ, തർക്കുത്തരം പറയുന്നോ? ഇതൊക്കെ എവിടുന്ന് പഠിച്ചു നീ? അമ്മേ, അത് വാരി വായിൽ വെച്ചു കൊടുക്ക്. അവള് കഴിക്കോ ഇല്ലയോ എന്ന് നോക്കാലോ. ദേ, അമ്മയെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. നല്ല കുട്ടിയായിട്ട് ഇതങ്ങോട്ട് കഴിച്ചേ. ഇതാ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അഹങ്കാരി, എന്താ നീ കാണിച്ചത്? എന്താ കാണിച്ചത്? ചുമ്മാ ഇരിക്ക്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ എനിക്ക് പിന്നെ വാരി തരുന്നത്? തർക്കുത്തരം പറയുന്നോ? നിന്നെ കൊണ്ട് കഴിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മോളെ, ഈശ്വരാ, ഇത് കഴിക്കടി, കഴിക്ക്. ദേ, കഴിക്കാനാ പറഞ്ഞേ. ഇല്ല, അച്ഛൻ വരാതെ ഞാൻ കഴിക്കില്ല. ദേ, കഴിക്ക്. മോളെ, നല്ല അടി കിട്ടും. കഴിക്ക്. കഴിക്കില്ല. വിട്, മോറങ്ങോട്ട്. ഞാൻ സാവധാനത്തിൽ പറഞ്ഞ് കഴിപ്പിച്ചോളാം. അമ്മയൊന്നും മിണ്ടാതിരുന്നേ. അവക്ക് പിള്ളേർക്ക് ഇത്രയും തന്റെ ഇടം പാടില്ല. ഇവളെ കൊണ്ട് കഴിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കഴിക്ക്, ഇല്ലെങ്കിൽ എന്റെ നല്ല അടി കിട്ടും. എന്നെ തല്ലിക്കൊന്നാലും ഞാൻ കഴിക്കില്ല. മോളെ, ഷാലി, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നീ ആ കൊച്ചിനെ തല്ലി കൊല്ലുമല്ലോ. പിന്നെ ഞാൻ എന്ത് ചെയ്യണോ അമ്മേ? എത്ര ദിവസമായി ഇവള് മര്യാദയ്ക്ക് ആഹാരം കഴിച്ചിട്ട്? ഇതിന് മാത്രമൊക്കെ അനുഭവിക്കാൻ ഞാൻ എന്താ തെറ്റാ ചെയ്ത്? ഒരു സമാധാനവും തരുന്നില്ലല്ലോ ആരും. അച്ഛൻ വരാതെ ഞാൻ കഴിക്കില്ലെന്ന് പറഞ്ഞാൽ കഴിക്കില്ല. സത്യം ഷാലി, ഇതെല്ലാം നമ്മളായിട്ട് ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളാ. നമ്മളായിട്ട് തന്നെ അത് പരിഹരിക്കുകയും വേണം. പക്ഷെ അതിനിതല്ല വഴി. ഇങ്ങനെ നമ്മളെ മറന്നുകൊണ്ട് പ്രവർത്തിച്ച നഷ്ടപ്പെട്ടു പോകുന്ന സത്യയുടെ മനസ്സാ. ആ കുഞ്ഞു മനസ്സിപ്പോ വേദനിച്ച ആ വേദന മാറ്റാൻ പിന്നെ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. എന്റെ അവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്ക്. എടി, പപ്പി എന്റെ മകളാണെന്നുള്ള സത്യം മറ്റൊരാൾ കൂടി അറിഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ അവരെന്നെ നിരന്തരം വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവര് സത്യം സത്യാമ്മയോടെങ്ങാനും പറഞ്ഞ തീർന്നില്ലേ? ആരടി അത്? എനിക്കറിയില്ല. അതാരാണെന്ന് അറിയാനുള്ള ശ്രമത്തില്ല ഞാനിപ്പോ. 4 വശത്തുനിന്നും ഇങ്ങനെ പ്രശ്നങ്ങൾ വന്ന എന്നെ കൊണ്ടിങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല അമ്മ. മോളെ, ഇന്നും എഴുന്നേൽക്കുന്നത് ദിവസം ഉണ്ടാകുന്ന പ്രശ്നങ്ങള് തരണം ചെയ്യാനുള്ള കരുത്ത് തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാ. ആ ഒരു ഉറപ്പില്ല ഈ ഓടുന്നതൊക്കെ. പക്ഷെ ഇപ്പൊ ഞാൻ വല്ലാതെ തളരുക. മോളെ, സത്യയുടെ ഈ വാശിയും കൂടിയായപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയി. പോട്ടെ, ചിലപ്പോ കുറച്ച് കഴിയുമ്പോ സത്യയുടെ മനസ്സിൽ നിന്ന് ആ ചിന്തകളൊക്കെ എന്നേക്കായിട്ട് മാറാനും മതി. എല്ലാം ശരിയാകും മോളെ, അല്ലാതെ എവിടെ പോവാനാ? നീ ഒന്ന് സമാധാനപ്പെടേണ്ട കുഞ്ഞെ. എന്താ ഞാൻ ഇങ്ങനെ ആയി പോയത്? എന്റെ ജീവിതം മാത്രം എന്താ ഇങ്ങനെ ആയി പോയത്? എന്നും പ്രശ്നങ്ങളാ. ഇത് തലമുറ ആവർത്തിക്കുന്നതാ മോളെ. ഇപ്പൊ നീ കടന്നു പോകുന്നത് ഞാൻ പോയ പാതയിലൂടെയാ. ഞാൻ തന്നെയാ നീ.
സത്യയുടെ നിർബന്ധങ്ങളെല്ലാം അങ്ങ് കാണുന്നില്ലേ ഭഗവാന്? അച്ഛൻ വരുമെന്നും പറഞ്ഞ് അവള് ഭക്ഷണം പോലും കഴിക്കുന്നില്ല. കാര്യങ്ങൾ തുറന്നു പറയാൻ എനിക്കാവില്ല. എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്ന? ഇന്ന് ഞാൻ വന്ന് പ്രാർത്ഥിക്കുന്നതല്ലേ, എന്റെ എല്ലാ സങ്കടങ്ങളും പറഞ്ഞറിയിക്കുന്നതല്ലേ. എന്നിട്ട് 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 എന്താ ഒന്നും അറിയാത്ത പോലെ എന്നോട് ഈ ക്രൂരത കാണിക്കുന്ന? എന്റെ ജീവിതം പോലും നോക്കാതെ എന്റെ കൂടപ്പിറപ്പിന്റെ ജീവിതം സംരക്ഷിക്കാനല്ലേ ഞാൻ ഈ സത്യം മറ്റുള്ളവരെ നിന്ന് മറച്ചു വെക്കുന്നത്? എനിക്കെല്ലാം തരണം ചെയ്ത് നിൽക്കാൻ ഒരു ജോലിയുണ്ട്. ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള മനസ്സുണ്ട്. പക്ഷെ ഇതൊന്നും എന്റെ ശ്യാമയ്ക്കില്ല. അവളെ രോഹിത്തും സത്യാമ്മയും കൈയൊഴിഞ്ഞ ആത്മഹത്യ അല്ലാതെ മറ്റൊരു വഴിയും അവക്ക് മുന്നിലില്ല. സത്യേ, സത്യേ. ഭഗവാനെ, എനിക്കൊരൽപ്പം സങ്കടം തന്നാലും എന്റെ കൂടപ്പിറപ്പിന് സങ്കടങ്ങൾ നൽകരുതെന്ന പ്രാർത്ഥന എനിക്കുള്ളൂ. അവളൊരു പാവം. എനിക്ക് നന്മകൾ വരണമെന്ന് മാത്രമേ അവൾ ആഗ്രഹിക്കാറുള്ളൂ. അവളുടെ പ്രാർത്ഥനയും എനിക്ക് വേണ്ടി തന്നെയാ. അങ്ങനെയുള്ള എന്റെ അനുജത്തിക്ക് ഞാനായിട്ട് ഒരു ദോഷം വരുത്തരുത്. അതിന് ആ രഹസ്യം അതുപോലെ തന്നെ ഇരിക്കണം. പപ്പി എന്റെ മകളാണെന്ന് സത്യം ഒരിക്കലും സത്യം അറിയരുത്. ശ്യാമയ്ക്ക് ഇതിന്റെ പേരിൽ ഒന്നും സംഭവിക്കരുത്. എനിക്കെന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല. പപ്പിക്കും ശ്യാമയ്ക്കും ഒന്നും സംഭവിക്കരുത്. എല്ലാവർക്കും നല്ലത് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാത്തു രക്ഷിച്ചേക്കണേ ഭഗവാനെ. ചേച്ചിയമ്മേ, എന്റെ പ്രാർത്ഥന പപ്പിമോള് കേട്ടോ? പ്രാർത്ഥന കഴിഞ്ഞോ? മോളിതിപ്പോ എത്തി. ചേച്ചിയമ്മ ഒന്നും സംഭവിക്കരുതെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഞാൻ എത്തി. മോള് പറഞ്ഞിട്ടാണോ ഇങ്ങോട്ട് പോകുന്നത്? അമ്മയ്ക്കറിയാം പ്രശ്നമൊന്നും ഉണ്ടാവില്ല. സത്യം എന്തിയേ? സത്യ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല മോളെ. എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നില്ല. എപ്പോഴും വാശിയാ. അപ്പ അതായിരിക്കും ചേച്ചിയമ്മ നിന്ന് പ്രാർത്ഥിച്ചതല്ലേ. എന്തിനാ സത്യ വാശി പിടിക്കുന്നേ? അച്ഛൻ വരും. അച്ഛൻ വന്നു കഴിഞ്ഞ ഭക്ഷണം കഴിക്കുമെന്നൊക്കെ പറഞ്ഞായിരിക്കുന്ന. ഞാൻ പറഞ്ഞ സത്യ കേൾക്കും. ഭക്ഷണവും കഴിപ്പിക്കാം. ചേച്ചിയമ്മ വാ. സത്യേ, സത്യേ, ഇവിടെ നിന്ന് സത്യ കാണുന്നില്ലല്ലോ ചേച്ചിയമ്മേ. വേറൊരിടത്തേക്ക് അങ്ങനെ പോവാൻ വഴിയില്ല. മോള് വന്നേ, അപ്പുറത്ത് നോക്കാം. വാ. സത്യേ, 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 സത്യേ. സത്യേ. സാധാരണ ഞാൻ മഴക്കിട്ട ഇവിടെ വന്നാ നിൽക്കുന്നെ. പിന്നെ വേറെ എങ്ങും പോവില്ലല്ലോ. സത്യേ, ഇനി ശാരദാമ്മയുടെ കൂടെ ഉണ്ടാവോ? ആഹാ, ഇതാരത് പപ്പിമോളോ? ഇതെപ്പ എത്തി? കുറച്ചു നേരമായി. സത്യെ നോക്കിയിട്ട് ഇവിടെങ്ങും കാണുന്നില്ലല്ലോ. ആ, മുറിയിൽ നോക്കിയായിരുന്നോ? ഞങ്ങൾ അവിടെയൊക്കെ നോക്കിയിട്ടാ അമ്മ വരുന്നേ. അവള് പിന്നെ എവിടെ പോവാനാ? അവിടെ എവിടെയെങ്കിലും കാണും. വാ, നമുക്ക് നോക്കാം. വാ പപ്പിമോളെ, വാ. സത്യേ, 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 മോളെ,
സത്യേ 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 അവിടെ ഉണ്ടോ അമ്മേ? ഇല്ല അയ്യോ അപ്പ എവിടെ പോയി? മോളെ, ഇനി നീ തല്ലിയതുകൊണ്ട് പിണങ്ങി എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയതാണോ?